പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ ഏത് പുതിയ ഗാഡ്ജറ്റ് മേടിച്ചാലും അതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് കിട്ടും. ആ ഇൻസ്ട്രക്ഷൻ മാനുവൽസ് നമ്മൾ ഒരിക്കലും വായിക്കാതെ വിടത്തില്ല. ആ ചെറിയ ബുക്ക്ലെറ്റ് നമുക്ക് എല്ലാ ടിപ്സും ട്രിക്സും ഒക്കെ തരും. ആ ഗാഡ്ജറ്റ് എങ്ങനെയാണ് നാം ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഇൻസ്ട്രക്ഷൻ മാനുവൽ അതിനകത്ത് വെച്ചിരിക്കുന്നത് നമ്മളെ ഒന്ന് സഹായിക്കാനായിട്ടാണ്. എന്നാൽ നമ്മളൊക്കെ ചിന്തിക്കാനായിട്ട് ഒരു ചെറിയ സംഗതിയുണ്ട്. എനിക്കിതെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും, എനിക്കൊരു സഹായവും വേണ്ട, അല്ലേ? ആ മാനുവൽ കാണുമ്പം നമ്മളങ്ങനെ ചിന്തിച്ചു പോകാം. പക്ഷെങ്കിൽ നീ അത് സ്വന്തമാക്കി ആ ഗാഡ്ജറ്റിൻ്റെ ഉടമസ്ഥനായി മുന്നോട്ടങ്ങനെ പോകുന്ന ആ സമയത്ത് ചിലപ്പോൾ ചില തെറ്റുകൾ വരുമ്പോൾ, ചിലപ്പോൾ ഒരു ബീപ്പിംഗ് നോയ്സ് കേൾക്കുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ ഹെയർ ഡ്രയർ ആയിരിക്കും അത് തന്നെ അങ്ങ് ഓഫായി പോവുക. അപ്പം നിനക്ക് തോന്നുമായിരിക്കും, അയ്യോ ആ ലീഫ്ലെറ്റ് എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നെങ്കിലെന്ന്, അല്ലേ? നമുക്ക് വളരെ പരിചയമുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പോലെ പറഞ്ഞത്. നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ഇപ്പോൾ നേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, റോമൻസ് ചാപ്റ്റർ 15:4, എന്നാൽ മുന്നേ എഴുതിയിരിക്കുന്ന ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില റിയൽ ലൈഫ് പ്രോബ്ലംസ് വരുമ്പോൾ, അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് ആത്മീയ ജീവിതത്തിൽ അപ്പടി താഴെ പോയി, നാം വലിയ ഭാരത്തോടെ ആ വിഷയം തലയിൽ കൊണ്ട് നടക്കുമെന്ന് ഓർത്തു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് എങ്ങനെ അവരെ ഇൻസ്പയർ ചെയ്യണമെന്നും അവർക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കണമെന്നും നമ്മുടെ ജീവിതത്തിൽ കൂടി തന്നെയാണെങ്കിലും നമ്മൾ അനുഭവിച്ച അനുഭവങ്ങൾ തിരുവചനവുമായിട്ട് ബന്ധപ്പെടുത്തി അവരെ ഗൈഡ് ചെയ്യണമെന്നും ഒക്കെയുള്ള ആഗ്രഹം ജനിക്കാം. നിങ്ങളങ്ങ് വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വചനം പറഞ്ഞു കൊടുത്തിട്ട് മാത്രം കാര്യമില്ല. നമുക്ക് ഒരു പ്രത്യാശയ്ക്കും ഒരു എൻകറേജ്മെൻറ്റിനും തീർച്ചയായിട്ടും നാം തിരുവചനം അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് അത്, അല്ലേ? യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, ജോബ് ചാപ്റ്റർ 23:12 ഇങ്ങനെ പറയുന്നു, ഞാൻ അവൻ്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല, അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. നമുക്കറിയാം, യോബിൻ്റെ കഥ ഒരു വലിയ ഹാപ്പി സ്റ്റോറി ഒന്നുമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ട് അകലുന്നവനും ഒക്കെ ആയിട്ട് യോബ് ജീവിച്ചു. അവന് സ്ട്രോങ് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് പിശാച് അവനിൽ കൂടി ലോകത്തിന് തെളിയിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ച എന്തുവാ, സംഗതികളെല്ലാം നല്ലതായിട്ട് പോകുമ്പോൾ മാത്രമേ ഈ ഫെയ്ത്ത് അവിടെ കാണത്തുള്ളെന്ന്. നമുക്കറിയാം, കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു. തൻ്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ടു, തൻ്റെ വെൽത്ത് എല്ലാം പോയി, താൻ അവകാശം പറഞ്ഞിരുന്ന തൻ്റെ സകല പ്രസ്റ്റീജും നഷ്ടപ്പെട്ടു, ഭാര്യയും തള്ളിപ്പറഞ്ഞു. അവസാനം അവൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് പോലും വന്നിട്ട് അവരോർത്തു യോബിന് ദൈവത്തോട് ഭയങ്കര ദേഷ്യമായിരിക്കും ഇപ്പോൾ.
കാരണം ഇത്രയും നല്ലതായിട്ട് ദൈവത്തെ സേവിച്ചിട്ട് തൻ്റെ ജീവിതത്തിലെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത്. പക്ഷേ അവൻ കഷ്ടം അനുഭവിക്കുമ്പോഴും നമ്മൾ കാണുന്നത് ഇയ്യോബ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ പറയട്ടെ, ദൈവത്തോടുള്ള നമ്മുടെ ആ സ്നേഹവും ആ ഡിവോഷനുമൊക്കെ നമുക്കൊരിക്കലും ലോകത്തിലുള്ള ധനവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. യോബിനറിയാം തനിക്ക് ആശ്വാസവും തനിക്ക് ആശ്രയവും എല്ലാം തരുന്നത് തന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവം ഒരിക്കലും തന്നെ വിട്ടുപോകത്തില്ലെന്ന്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എവിടെയാണ് നിൻ്റെ ബൈബിൾ ഇപ്പോൾ ഇരിക്കുന്നത്? ബുക്ക് ഷെൽഫിൽ വെച്ചിരിക്കുവാണോ? അല്ലെങ്കിൽ കുറേ ബുക്കുകളുടെ കൂട്ടത്തിൽ അതും ഇരിക്കുവാണോ? അതോ നിനക്ക് വീണ്ടും വീണ്ടും എപ്പോഴും തുറന്നു വായിക്കത്തക്കവണ്ണം, എപ്പോഴും നിനക്ക് ചില ഹോംവർക്ക് അസൈൻമെൻറ്റൊക്കെ ചെയ്യത്തക്കവണ്ണം ഒരു ട്രഷർ പോലെ നിനക്ക് കാണാവുന്നിടത്തിരിക്കുവാണോ? കുഞ്ഞെ, ജീവിതത്തിൽ എന്ത് ചാലഞ്ചസ് വന്നാലും നമുക്ക് ആ ചാലഞ്ചസിനെ ഓവർകം ചെയ്യുവാൻ കഴിയുന്നത് തിരുവചനത്തിൽ കൂടി മാത്രമേ ഉള്ളൂ. സദൃശവാക്യം 30 അധ്യായം അതിൻ്റെ 5 വാക്യം, Proverbs chapter 30 verse 5, ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. ഒരു യുദ്ധത്തിൽ നമുക്ക് ഏറ്റവും പ്രൊട്ടക്ഷൻ തരുന്നത് ഏതെങ്കിലും വിധത്തിലുള്ളൊരു ഷീൽഡ് നമുക്കുള്ളപ്പോഴാണ്, ഒരു പരിചയം നമുക്കുള്ളപ്പോഴാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ, എസ്പെഷ്യലി നമ്മുടെ ഏറ്റവും വൾണറബിളായിട്ടുള്ള ഭാഗങ്ങളെ, നമ്മുടെ നെഞ്ചും അല്ലെ നമ്മുടെ ഹാർട്ടും ലങ്സും എല്ലാം നമ്മുടെ നെഞ്ചിൽ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബാരിയർ, ഒരു പരിച പോലെ. നമുക്കറിയാം ഈ ഷീൽഡെല്ലാം ഉണ്ടാക്കുന്നത് ഒന്നീ മെറ്റൽ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ലെതർ കൊണ്ടായിരിക്കും, ചിലപ്പോൾ സ്ക്രാപ്സ് ഓഫ് വുഡ് കൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു ഷീൽഡുമില്ലാതെ ഞാൻ പറയട്ടെ, യുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുറിവ് പറ്റാൻ സാധ്യതയുണ്ട്. ഈ ലോകത്തിലേക്ക് ഒരു ആയുധങ്ങളുമില്ലാതെ, അല്ലെ ഒരു ഷീൽഡില്ലാതെ പുറത്തേക്ക് പോയാൽ അത് ഡേഞ്ചറസാണ്. ദൈവം ഒരിക്കലും തൻ്റെ മക്കൾ സംരക്ഷണ വലയം കൂടാതെ പോകുന്നത് ഇഷ്ടപ്പെടുന്നുമില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് തിരുവചനം നമ്മുടെ തന്നിരിക്കുക. അതിനകത്ത് വേർഡ്സ് ഓഫ് കംഫർട്ടുണ്ട്, വേർഡ്സ് ഓഫ് എൻകറേജ്മെൻ്റ് ഉണ്ട്, വേർഡ്സ് ഓഫ് സപ്പോർട്ടുണ്ട്. ഏത് സമയത്ത് ഏതുവിധ ആവശ്യങ്ങൾ വന്നാലും ആ ആവശ്യങ്ങളെ നേരിടത്തക്കൊണ്ടുള്ള തിരുവചനം ഉള്ള ബൈബിൾ നമുക്ക് തന്നിട്ടില്ലേ? പക്ഷേ ഒരു ഷീൽഡ് എപ്പോഴും പ്രവർത്തിക്കുന്നത് എപ്പോഴാണ്, ഉപയോഗപ്രദമായി വരുന്നത് എപ്പോഴാണ്? വെൻ യു പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ. എല്ലാം തകർന്ന് തരിപ്പണമാണെന്ന് തോന്നുമ്പോൾ ചില വാക്യമുണ്ടല്ലോ കുഞ്ഞെ, നീ വീണ്ടും വീണ്ടും അത് തിരിച്ച് അത് തന്നെ നോക്കും. നിനക്കൊരാശ്വാസം തരുന്ന വാക്യം, അതൊരു നോട്ട് കാർഡിലൊന്ന് എഴുതി വെക്കാമോ? നീ അത് നിൻ്റെ സമ്പത്തായി നിൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം. ഒരു വേഴ്സ് നിനക്ക് ചിന്തിച്ചിട്ട് നിൻ്റെ മനസ്സിൽ കിട്ടുന്നില്ലെങ്കിൽ, നീ വിശ്വസിക്കുന്ന നിൻ്റെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിൻ്റെ ഒരു മെൻറ്ററോ ആ വ്യക്തിയോട് ചോദിയിട്ട് പറ, എന്നോട് ഷെയർ ചെയ്യാനായിട്ട് ഒരു വാക്യം ഇപ്പോൾ ഒന്ന് തന്നേ എനിക്കെന്ന്. മനസ്സിലാക്കണം, അതൊരു വാക്യം മാത്രമല്ല, ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ടോൺ ഓഫ് യുവർ ലൈഫ്. ഈ ലോകത്തിൻ്റെ രാജാവായ രാജാതിരാജാവായ ദൈവത്തിൻ്റെ ആ വചനം നിൻ്റെ ലോകത്തിൽ വ്യത്യാസം കൊണ്ടുവരും കുഞ്ഞെ. നിൻ്റെ പ്രശ്നത്തിൻ്റെ മധ്യേ വ്യത്യാസം കൊണ്ടുവരും, ആശ്വാസം നിനക്ക് കൊണ്ടുവരും. ബി ഷുവർ ടു ആം യുവർ സെൽഫ് വിത്ത് ഹിസ് ട്രൂത്ത്. അവൻ്റെ സത്യം കൊണ്ട് നീ നിന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊട്ടക്ഷന്
അതാ. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവചനം 40 അധ്യായം അതിൻ്റെ 8 വാക്യം. ഐസായ ചാപ്റ്റർ 40 വേഴ്സ് 8 ഇങ്ങനെ പറയുന്നു: പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. പ്രൈസ് ഗോഡ്. നമ്മൾക്കിപ്പോൾ തോന്നും സംഗതികളൊന്നും പോകുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ്, അങ്ങനെ അല്ല പോകുന്നതെന്ന് തോന്നും. നമ്മുടെ ഫർണിച്ചറൊക്കെ ഇടയ്ക്ക് ഒടിയാറുണ്ടല്ലേ. നമ്മുടെ ഉടുപ്പുകളൊക്കെ ചിലപ്പം കീറാറുണ്ട്. 1-2 വർഷം ഉപയോഗിച്ച് അത് മാറ്റിയിട്ട് നമ്മൾ വേറെ മേടിക്കാറുണ്ട്. ഈവൻ നമ്മുടെ സെൽഫോണിന് പോലും വലിയ നീണ്ട ആയുസ്സൊന്നുമില്ല. നമ്മൾ ഓരോ ദിവസവും എവ്രി ഡേ നാം ഓരോ സംഗതികളിൽ ആശ്രയിക്കുക. ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തിലെ ചില സംഗതികളൊക്കെ പൊട്ടിത്തകരാൻ. മെറ്റീരിയൽ തിങ്സ് എന്നേക്കും നിലനിൽക്കത്തില്ല. എന്നാൽ നമ്മിൽ ചിലർക്ക് നമ്മുടെ ബന്ധങ്ങളിലും ബ്രേക്ക് ഡൗൺസ് വരാറില്ലേ? ചില ഫ്രണ്ട്ഷിപ്പ് നല്ലതായി നിലനിൽക്കുമെന്ന് വിചാരിച്ചിട്ടും അത് ഫേഡ് ചെയ്ത് പോകുന്നില്ലേ? ചില ഫാമിലി ബോണ്ട്സ് സ്ട്രെസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞ ആ സെൻറ്റൻസ് അവിടെ അങ്ങ് നിർത്തുക. ഫാമിലി ബോണ്ട് സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടോ? ചിലതൊന്നും നമ്മുടെ ജീവിതത്തിൽ സ്റ്റഡിയായിട്ട് നിൽക്കത്തില്ല. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇട്ട് അതിന്മേൽ നിലനിൽപ്പാൻ നമുക്ക് പറ്റാതെ വരും. ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നമ്മെ പണിയട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, തകരുമ്പോൾ തകരാത്തത് വചനം മാത്രം. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോമിസസ് എന്നേക്കും നിലനിൽക്കുമെന്ന് വിശ്വസിച്ച് അതിലാശ്രയിച്ച് ഉറച്ച് മുന്നോട്ട് പോകാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.